ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ BCR. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമാണെന്ന് ചോദിക്കുന്നില്ല, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഉഷാറാണ്, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മള് ഒരുപാട് പേര് എനിക്ക് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ മിസ്സിംഗ് നമ്പർ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഈ കാലയളവിൽ NMOS ഒരുപാട് ചോദിച്ചിട്ടുണ്ട് മിസ്സിംഗ് നമ്പർ അല്ലെ. ആ മിസ്സിംഗ് നമ്പറിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ് ചെറിയൊരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ക്ലാസിന്റെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ആദ്യം തന്നെ ക്ലാസ് കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്തേ. ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അത്യാവശ്യം ബുദ്ധിമുട്ടാണെന്ന് കാണുമ്പോൾ തോന്നും, ഒരുപാട് പേർക്ക് ഒരുപാട് സമയം കളഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ അത് ചെയ്യാം? നടുവത്തെ നമ്പറിനായിരിക്കും പ്രത്യേകത, ചുറ്റുള്ള നമ്പറിന് ആയിട്ട് അപേക്ഷിച്ചിട്ട് നടുവത്തെ നമ്പറിനായിരിക്കും പ്രത്യേകത വരുന്നത്. മകളെ മനസ്സിലാക്കിക്കോ. ഈ 9 എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ 5ഉം 2ഉം ഒന്ന് കുറച്ച്. 5 2 കുറച്ച് എത്രയാ? 3. ഈ 12ഉം 6ഉം ഒന്ന് കുറച്ച്. 12 6 കുറച്ച് എത്രയാ? 6. ആ 3 6 കൂട്ട് 9. കത്തിയോ? ഇത് നമ്മൾ ആ എക്സാം ഹാളിൽ ഇങ്ങനെയൊക്കെ റിലേഷൻ വരാം എന്ന് നിങ്ങൾ പഠിച്ചെടുക്കണം. അപ്പൊ അതുപോലെ അടുത്ത് നോക്കാം. 10 6 കൂട്ടിയാൽ എത്രയാ? സോറി, കുറച്ച് ഇവിടെ കുറയ്ക്കുകയാണല്ലോ, നമുക്ക് എല്ലായിടത്തും മൈനസ് ആണ്. 10 - 6 നിങ്ങൾക്ക് അറിയാലോ, 4 ആണ്. 8 4 കുറച്ച് 4 ആണ്. ആ 4 4 കൂട്ടിക്ക് 8 ആണ്. കത്തിന്ന് വിശ്വസിക്കുന്നു. അതുപോലെ അടുത്ത് നിങ്ങൾ അതുപോലെ ഇതും ചെയ്തേ. 4 3 കുറച്ചു 1 ആണ്. 7 1 കുറച്ചു 6 ആണ്. ആ 1 6 കൂട്ടിക്ക് 7 ആണ്. നമ്മുടെ ഉത്തരം ഒരേ പൊളി ഓപ്ഷൻ ബി ആണ്. സെറ്റ് ആണോ? ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടാ. ബുദ്ധിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ, ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് സംശയം ഉണ്ടാക്കിയ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. സിമ്പിൾ ആണ്. ഇങ്ങനെ ഒരു നടുക്കൊരു ചതുരം തന്നിട്ട് ചുറ്റുള്ള നമ്പറുമായിട്ട് എന്തോ ഒരു ബന്ധം ആ നടുക്കുള്ള നമ്പറിന് ഉണ്ട് എന്ന് എങ്ങനെ നമ്മൾ അതിൽ സെലക്ട് ചെയ്യാം? മക്കളെ മനസ്സിലാക്കിക്കോ, സിമ്പിൾ ആണ്. ഈ 10ഉം ഈ 9ഉം ഗുണിക്കുക. 10 × 9 90 ആണ്. ഈ 6ഉം ഈ 5ഉം ഗുണിക്കുക. 6ഉം 5ഉം ഗുണിച്ചാൽ 30 ആണ്. ഇതൊക്കെ എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾ ആ ഒരു റിലേഷൻ വരും. എന്നെ BCR സാർ ആ ഒരു റിലേഷനിലൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ക്രോസ് ആയിട്ട് എടുക്കണം, സൈഡിൽ കുറച്ച് നോക്കണം, ഓരോന്ന് ചെയ്ത് നോക്കണം. അപ്പൊ ആ 2 സാധനങ്ങളൊന്ന് കുറച്ച് 90 30 കുറച്ച് 60. ആ 60 ആണോ നടുക്ക് വരുന്നത്? അതുപോലെ അടുത്ത നോക്കാം. കണ്ടോ, 9 4 ചെയ്യ് 36. 15 2 ചെയ്യ് 30. രണ്ടും കൂടെ ഇവിടെ കുറയ്ക്കാൻ മറക്കല്ലേ. കുറച്ച മാതിരി കുറയ്ക്ക്. 36 30 കുറച്ചാല് 6. ആ 6 ആണ് കുഞ്ഞോനെ നടുക്കുള്ളത്. താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന 2 സംഖ്യകൾ കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത പറ. 25ഉം 2ഉം ഗുണിക്ക് 50. 4ഉം 10ഉം ഗുണിക്ക് 40. അത് രണ്ടും കുറച്ച് 10 ആയിരിക്കും ആൻസർ വരുന്നത്. നടുക്ക് ഇവിടെ എത്ര വരും? 10 വരും. നമ്മുടെ ഉത്തരം ഒരേ പൊളി 10. സെറ്റാണ് നോക്ക്. അപ്പൊ അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങളുടെ പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഒരുപാട് പേർക്ക് ഇതിന്റെ ആൻസർ അറിയത്തില്ല, എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ചെറിയ നമ്പറുകളിലെ മോളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ടുള്ള റിലേഷൻ ആയിരിക്കും. ഇതൊക്കെ വരുമ്പോൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, 14ഉം 7ഉം തമ്മിൽ 3-ന് എന്തോ ഒരു ബന്ധമുണ്ട്. 14ഉം 7ഉം കൂട്ടിക്ക് 21. അവിടെ നിൽക്കേ, അവിടെ വെച്ചോ. 3ഉമായിട്ട് എന്താ ബന്ധം എന്നല്ലേ പറഞ്ഞുതരാം. അവിടെ നിൽക്കേ. 14ഉം 21ഉം കൂട്ടിക്ക് അടുത്ത് നോക്കുന്നു. 14 + 21 35. ഇനി കാണിച്ചു തരാം. ഈ 3ഉമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്ക്. ആ 3ഉമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ 14ഉം 7ഉം ആ 3-നുള്ള ബന്ധം ഈ 21-നെ 7 കൊണ്ട് ഹരിച്ചാലും നമുക്ക് എത്ര കിട്ടുക? 3. ആ 3 ആണ് ഇവിടെയും വരുന്നത്. അതുപോലെ തന്നെ 35-ൽ എത്ര 7 ഉണ്ട് എന്ന് ചോദിച്ചാൽ 35-ൽ എത്ര 7 ഉണ്ട്? നിങ്ങൾ പറ. 35-ൽ 7 5 എണ്ണം ഉണ്ട്. ആ 5 ആണ് ഇവിടെ വരുന്നത്. എവിടെ? ഈ നടുക്ക് വരുന്നത്. സെറ്റാണോ? അതുപോലെ ഇതിന്റെ ആൻസർ എങ്ങനെ നമ്മൾ ചെയ്യാ പറ. 30 കണ്ടോ. 30ഉം 12ഉം കൂടെ കൂട്ട്. നിങ്ങൾക്കറിയാം 42 ആണ്. ഇവിടെയൊക്കെ 7 കൊണ്ടല്ലേ നിങ്ങൾ ഡിവൈഡ് ചെയ്തത്, ഹരിച്ചത്. അപ്പൊ ഇവിടെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 42-ൽ എത്ര 7 ഉണ്ട് മുത്തേ? പറ കുഞ്ഞോനെ, എത്രയാ? 6 എണ്ണം. നമ്മുടെ ഉത്തരം ഒരേ പൊളി ഓപ്ഷൻ ഡി, 4ാമത്തെ ഓപ്ഷൻ ആണ്. ദാറ്റ് ഈസ് 6. റെഡി ആണോ നിങ്ങൾ? റെഡി ആണെങ്കിൽ
ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യനോടെ ചെയ്തിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. നോക്കിക്കോ, ഇതാ ഇവിടെ 2ന്റെ 3 ഈ 13ന്റെ ബന്ധമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. 2ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം 4 3. അപ്പൊ സ്ക്വയർ എടുക്കേണ്ടിയുള്ള റിലേഷൻസ് വരാമെന്ന് പഠിക്കണം. അതുപോലെ ഇതിന്റെ സ്ക്വയർ എടുക്കുക, ഇതിന്റെ സ്ക്വയർ എടുക്കുക. 3ന്റെ സ്ക്വയർ എത്രയാ? 9. 9 4 കൂട്ടിയ 13. ആ 13 മുത്തേ ഇവിടെ വരുന്നത്. കത്തിയോ? ഓക്കെ, റെഡിയാണോ? അപ്പൊ അതുപോലെ ഇതൊന്ന് ചെയ്ത് നോക്ക്. 5ന്റെ സ്ക്വയർ പ്ലസ് അതുപോലെ ഈ 4ന്റെ സ്ക്വയർ. ഒന്നുമില്ല, ഈ 2 നമ്പറുകളുടെ സ്ക്വയറുകൾ എടുക്കുക. 5ന്റെ സ്ക്വയർ എത്രയാ നിങ്ങൾക്ക് അറിയാലോ? പറ. 5ന്റെ സ്ക്വയർ 25 പ്ലസ് 4ന്റെ സ്ക്വയർ 16. അപ്പൊ 41. ആ 41 ഇവിടെ വരുന്നത്. മുകളിലുള്ള 2 നമ്പറിന്റെ സ്ക്വയറുകൾ കൂട്ടുക. അങ്ങനെയാണെങ്കിൽ അടുത്ത് നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്ക്. 8ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം. 8ന്റെ സ്ക്വയർ എത്രയാ? 64. 5ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം എത്രയാ? 25. 64 25 കൂടെ കൂട്ടി എത്രയാ? 89. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി സെറ്റ്. റെഡിയാണോ നിങ്ങൾ? അപ്പൊ ഈ ഒരു മിസ്സിംഗ് നമ്പറിലെ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം, സെറ്റാക്കി വെക്കണം. നമ്മൾ ആ ഒരു സാധനം കൂടെ ചെയ്തു. മക്കളെ, പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ സാറോട് പറയണം. ക്ലാസ്സിന്റെ ഫീഡ്ബാക്കുകൾ താഴെ അറിയിക്കണം. സാറോട് നേരിട്ട് തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷ എന്നുള്ളത് ഈ ഒരു ഐഡിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. എൻ്റെ പേര് വൈശാഖ്. ഇറ്റ്സ് വി VCR വൈശാഖ് GR. അപ്പോൾ എന്നോടും നിങ്ങൾ എന്ത് ചെയ്യുക, നേരിട്ട് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷകൾ, എളുപ്പമായാലും ബുദ്ധിമുട്ടായാലും രണ്ടായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഓർമ്മിപ്പിക്കണം, അല്ലെങ്കിൽ പറയണം. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞങ്ങളുടെ ഫീഡ്ബാക്കുകൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ എഴുതുക, ലൈക്ക് അടിക്കുക. പിന്നെ എക്സാം കഴിഞ്ഞാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ അതുപോലെ നേരിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കണമെങ്കിൽ ഇതിൽ അറിയിക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട്, വീണ്ടും ഒരുപാട് ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. ഇറ്റ്സ് മീ VCR സൈനിങ് ഓഫ്. അടിപൊളിയായിട്ട് പരീക്ഷ എഴുതണം കേട്ടോ. അതായത് ഓൾ ദ ബെസ്റ്റ് തകർത്ത് എഴുതാൻ എൻ്റെ ചങ്കിന്റെ കരളിന്റെ കരളായ മക്കളോട് എല്ലാവരോടും പറയാനുള്ളത്, ലവ് യു.